ത്തിൻ്റെ കൊമ്പന്മാർ ഇന്ന് ജംഷഡ്പൂരിൻ്റെ തട്ടകത്തിൽ നേരിടാൻ പോകുമ്പോൾ പലതരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അമാവിയുടെ 11ലെ സ്ഥാനം. മികച്ച രീതിയിൽ തുടക്കത്തിൽ ആദ്യ മാച്ച് തന്നെ മികച്ച പെർഫോമൻസ് കാണിച്ച അമാവിയെ 11ൽ ഇറക്കണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇറക്കാൻ സാധ്യതയും ഏകദേശം 80% മുകളിലാണ്. അതേപോലെ ജംഷഡ്പൂർ FC കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഇതിന് മുമ്പ് വന്നിട്ടുള്ള 16 തവണയാണ്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 5 വിജയം, ജംഷഡ്പൂരിന് 3 വിജയം, 8 മത്സരങ്ങൾ സമനില. കേരള ബ്ലാസ്റ്റേഴ്സിന് മുൻതൂക്കമുള്ള ലിസ്റ്റാണിത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചേ തീരൂ. കാരണം ഇത്രയും മത്സരങ്ങളിൽ മികച്ച ഫോം അല്ല. കേരളത്തിൻ്റെ കോച്ച് പുറത്തായതിനു ശേഷം കഴിഞ്ഞ മത്സരം ദുർബലരായ മുഹമ്മദ് അൻസിനെതിരെ 3-0 ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കളി ജയിച്ചേ തീരൂ കേരള ബ്ലാസ്റ്റേഴ്സിന്. ലെസ്കോവിച്ചൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അതൊക്കെ മാനേജ്മെൻറ്റ് നമ്മൾ ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഈ മാച്ച് നമുക്ക് ജയിച്ചേ തീരൂ. ദ മാച്ച് മസ്റ്റ് ബി വിൻ. നമുക്ക് കാത്തിരിക്കാം വൈകിട്ട് 7:30